2 ദിവസം പുറത്ത് വെച്ചാലും കേടാവാത്ത നല്ലൊരു മീൻകറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മോശമാവില്ല, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏത് മീൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം, പക്ഷേ ദശക്കട്ടിയുള്ള മീനായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ നമുക്ക് ചേർക്കാം. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകരുത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാൾ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇതൊക്കെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു 5-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കണം, എന്നാലേ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വാടിപ്പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കുടംപുളി ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തതും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മീൻകറിക്ക് കുടംപുളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും അതുപോലെ മോശമാവാണ്ട് നിൽക്കാനും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ആവോലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നമ്മൾ സ്പൂണിട്ട് അങ്ങനെ ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. വീണ്ടും നമ്മളിതൊരു 5 മിനിറ്റും കൂടി മീനൊന്ന് കുക്കാവുന്നവരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറും ഒരുപാട് ഒന്ന് കുറുകിയിട്ടില്ല, എന്നാൽ ഇത് നമ്മൾ ഓഫാകുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് വീണ്ടും ഇത് കുറുകിപ്പോകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ദിവസം വെച്ചാലും നമുക്ക് മോശമാവില്ല. മീൻ കറിയൊക്കെ നമ്മൾ വെച്ചിട്ട് പിറ്റേന്നായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്